വിവിധ ഇനം കപ്പകൾ കൃഷി ചെയ്ത് ശ്രദ്ധേയമാവുന്ന +1 വിദ്യാർത്ഥിയായ യദു കൃഷ്ണയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയായ യദു 25 ഇനം കപ്പകളാണ് കൃഷി ചെയ്യുന്നത്. ഒരു കൗതുകത്തിന്റെ പുറത്ത് ആരംഭിച്ച കൃഷി യദുവിന് ഇന്ന് ലഹരി കൂടിയായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. കുടുംബത്തോടൊപ്പമുള്ള യാത്രക്കിടയിൽ പാലായിലെ കടയിൽ നിന്നും കപ്പ കഴിച്ചതാണ് യദുവിൽ കൗതുകമുണ്ടാക്കിയത്. ആ വെറൈറ്റി രുചിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കപ്പകളിലെ വിവിധ ഇനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. അതോടെ സ്വന്തമായൊരു കപ്പ കൃഷി തന്നെ തുടങ്ങാമെന്നായി യദു. അച്ഛൻ സഹായങ്ങൾ കൂടി ചെയ്തതോടെ കൃഷി തുടങ്ങി. 60 ഏക്കറിൽ 60 സെന്റിലാണ് നടുന്നത്. എനിക്ക് പലതരത്തിലുള്ള കപ്പകളുണ്ട്. അച്ഛനാണ് ഇതിലോട്ടുള്ള പ്രോത്സാഹനം തന്നത്. ഓരോ കപ്പ നട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ 25 ഇനത്തിലധികം മേളിൽ കപ്പകൾ നടുന്നുണ്ട്. കപ്പയിലെ ഇനങ്ങൾ ഏതൊക്കെയെന്ന് യദു തന്നെ പറഞ്ഞു തരും. ഇത് മലബാർ കപ്പയാണ്. ഇത് ഒറ്റ തണ്ടേ ഉണ്ടാവുള്ളൂ. ഈ തണ്ടിന് അത്യാവശ്യം വണ്ണമുള്ള കപ്പയാണ്. ആമ്പക്കാടനാണ്. ഇത് 3 തണ്ടുണ്ട്. നല്ല പൊക്കമുള്ള കപ്പയാണ്. ഇത് കിൻഡൽ കപ്പയാണ്. ഇത് ഇങ്ങനെ മെലിഞ്ഞ കപ്പയാണ്. ഇത് കംബോഡിയ എന്ന് പറയുന്ന കപ്പയാണ്. ഇസ്രായേൽ കപ്പ എന്ന് പറയുന്ന കപ്പയാണ്. ഇത് സ്പെയിൻ മരിയ എന്ന് പറയുന്ന കപ്പയാണ്. ആദ്യം 10 ചുവടായിട്ടാണ് കൃഷി ആരംഭിച്ചത്. പിന്നീട് ബന്ധുവിന്റെ പുരയിടത്തിലുമായി നിലവിൽ 60 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. വിഷമില്ലാത്ത രുചികരമായ കപ്പ വിളയിച്ചെടുക്കുക എന്നതാണ് ലക്ഷ്യം. രുചികരമായ ജൈവവളം ചേർത്ത് രുചികരമായ വിഷമില്ലാത്ത നല്ല കപ്പ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. കേടില്ലാത്ത ഇനമാണ് വെച്ച് പിടിപ്പിച്ചത്. അപ്പോൾ അതിനോട് താല്പര്യം തോന്നി. പഠനത്തിനിടയ്ക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ കൃത്യമായിട്ട് വന്ന് അതിൻ്റെ മണ്ണെടുക്കുകയും കളപറിക്കുകയും അത്യാവശ്യം വളങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു. പഠനത്തോടൊപ്പം യദു കൃഷിക്ക് നൽകുന്ന പ്രാധാന്യം മാതൃകാപരമാണ്. കൈരളി ന്യൂസ്, കൊച്ചി.